കട്ടുമുടിച്ച് കാശുണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടംപോലെ പൈസ ചിലവാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് എവിടെ നിന്ന് ചിലവാക്കണ്ടേ? ഈ ഉണ്ടാക്കി വെക്കുന്നത് മാത്രം പോരല്ലോ. അപ്പം അവർ പോസ്റ്ററായിട്ടും ബാനറായിട്ടും കള്ളായിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുന്നതായിട്ടാണ് നമുക്കറിവ്. പക്ഷെ നമുക്കതൊന്നും സാധിക്കില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ ചിരിയാണ്ട സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർ വെട്ടാൻ പരിശ്രമിക്കുകയല്ലേ? ജയിച്ച് ചെന്നാൽ അവർ വെട്ടുമെന്നൊക്കെ ഇത് അവർ ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ തന്നെ വെട്ടിയതാണ് മോട്ടോർ വാഹന വകുപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മേലുകാവ് പഞ്ചായത്ത് 8-ാം വാർഡിൽ നടക്കുന്നത്. ഇവിടെ മത്സരിക്കുന്നത് റോബിൻ ഗിരീഷാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റോബിൻ ഗിരീഷ് എന്ന് വിളിക്കപ്പെടുന്ന ബേബി ഗിരീഷിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്? ഞാൻ നിലവിൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവം എനിക്കറിയാം. കാരണം നമ്മളെ സാധാരണക്കാരെ, എന്നെന്ന് പറയുന്നില്ല, സാധാരണക്കാരെ ചൂഷണം ചെയ്യാൻ ഈ വർഗങ്ങൾ കാണിക്കുന്ന ഒരു ആക്രാന്തമുണ്ട്. അതുകൊണ്ട് ഇവന്മാരിൽ എനിക്കൊരു വിശ്വാസവുമില്ല. സാധാരണക്കാരനെ കൊല്ലുന്ന കാര്യത്തിൽ അവർ രണ്ടുപേരും ഒന്നിക്കും. അതൊന്നിച്ചിട്ട് അവർക്ക് ചെയ്യാനുള്ള അവർ ചെയ്ത് അവരുടെ നേട്ടം അവർ കൊയ്യും. പരസ്പര ധാരണയോടെയാണ്. ഞാൻ ഇന്നും പറയുന്നു, ഈ മേലുകാവ് പഞ്ചായത്തിൽ LDF UDF മത്സരിക്കുന്ന പരസ്പര ധാരണപ്പുറത്ത് തന്നെയാണ്. കാരണം അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതേ നടപ്പിലാവൂ. അതിനകത്ത് പറയുമ്പോൾ കൊടിത്തോരണത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് രണ്ട് കൂട്ടർ അണികൾ ചുമ്മാ ചാടുന്നുള്ളൂ. രണ്ടും ഒറ്റക്കെട്ടാണ്. ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, കഴിഞ്ഞ UDFൻ്റെ ഭരണമാണ്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന അഴിമതിയുടെ കൂമ്പാരം അഴിയുമോ എന്നുള്ള പേടിയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് അപ്പോൾ താങ്കളുടെ ഒരു ഫ്ലക്സ് ഒന്നും കണ്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് വേറെ ഒന്നുമല്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ്. എനിക്ക് എത്ര പ്രായമുണ്ടോ അത്രയും പ്രായവും ഞാൻ ഈ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. എൻ്റെ കുറേ ഫോട്ടോയും പോസ്റ്ററും ഒന്നും അടിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ എങ്ങനെ പ്രതികരിക്കും, ഞാൻ എങ്ങനെ ചിന്തിക്കും, ഇതെല്ലാം ഈ നാട്ടുകാർക്ക് അറിയാം. അപ്പം എനിക്ക് അവരോട് ആരോടൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ കട്ടുമുടിച്ച് കാശുണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടംപോലെ പൈസ ചിലവാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് എവിടെ നിന്ന് ചിലവാക്കണ്ടേ? ഈ ഉണ്ടാക്കി വെക്കുന്നത് മാത്രം പോരല്ലോ. അപ്പം അവർ പോസ്റ്ററായിട്ടും ബാനറായിട്ടും കള്ളായിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുന്നതായിട്ടാണ് നമുക്കറിവ്. പക്ഷെ നമുക്കതൊന്നും സാധിക്കില്ല. മാത്രമല്ല, ഒരു ന്യൂജൻ ഇലക്ഷൻ ആകണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അത് കഴിഞ്ഞ 2020 ഇലക്ഷനിലും ഞാൻ പറഞ്ഞതാണ്, ഒരു ന്യൂജൻ ഇലക്ഷൻ ചെയ്യണം. അതിന് കാരണം എന്തിനീ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലഘട്ടത്തിൽ ഫ്ലക്സ് ഒന്നും വെക്കാണ്ട് വീട് കയറി ഇപ്പം വീട്ടിൽ ഓരോ വീട്ടിലും ചെന്നപ്പോൾ എന്താ അനുഭവം ഉണ്ടാകും? തീർച്ചയായിട്ടും ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടല്ലേ, ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ഇങ്ങനെ പറയുന്ന ജനത്തിൻ്റെ. കാരണം ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ജനം കൂടുതലായി. അപ്പോൾ എല്ലാവരും അതിലേക്ക് വന്നുകൊണ്ട് എല്ലാവരും ഇത് കാണുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം ഇതൊന്നും ഇല്ലല്ലേ, ഒന്നുമില്ല, നല്ല കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമല്ല, അതിനെ എല്ലാവരും അംഗീകരിച്ചു. ഞാൻ തന്നെ ഓർത്ത് എൻ്റെ വെറും പൊട്ടത്തോന്നലായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ പൊട്ടത്തോന്നലൊന്നുമല്ല. ഇനി അത് ഓട്ടായി മാറുമെന്ന് മാത്രം എനിക്ക് കണ്ടറിഞ്ഞാൽ മതി. ഒറ്റ കാര്യം, ഞാൻ എല്ലാവർക്കും ഞാൻ വാക്ക് കൊടുത്താൽ പോകുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിൻ്റെ പേരിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുമെന്ന് ആരും ഓർക്കണ്ട, ഞാനത് ചെയ്യില്ല. ഇപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയാണ്ട് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർ വെട്ടാൻ പരിശ്രമിക്കുകയല്ലേ? ജയിച്ച് ചെന്നാൽ അവർ വെട്ടുമെന്നൊക്കെ ഇത് അവർ ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ തന്നെ വെട്ടിയതാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇടത്തോട്ടും വലത്തോട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോട്ട് ഞാൻ ചായ ചെയ്യലാന്ന് കണ്ടപ്പം എന്നെ ഒന്ന് വെട്ടി നോക്കിയത്. അതിൻ്റെ ഗുണം അതിൻ്റെ ഉപഭോക്താക്കളായ മോട്ടോർ വാഹന വകുപ്പിനോട് ചോദിച്ചാൽ മതി എൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന്. ഇനിയും ഞാൻ പറയുന്നു, അത് ഞാൻ പഞ്ചായത്തിലേക്കും കൂടെ തിരിക്കും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഭരിക്കാം, ഇല്ലെങ്കിൽ ഇവരുടെ പിന്നാലെ ഞാനുണ്ടാവും. ഈ പഞ്ചായത്തുകളിലൊക്കെ വൻ അഴിമതി നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സാധാരണക്കാരന് അഴിമതി നടക്കുന്നുണ്ടെന്ന് പറയാനേ അറിയുള്ളൂ. ഇവർ അങ്ങനെ അഴിമതി നടക്കുന്നു, ഇങ്ങനെ അഴിമതി നടക്കുന്നു എന്നൊക്കെ പറയാനേ അറിയുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന അഴിമതി എന്തെന്ന് പറയാൻ 100% പറയാൻ എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്, അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുമ്പം അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം എന്നെല്ലാം പറഞ്ഞ് ആൾക്കാരെ ചുറ്റിച്ച് മടുത്ത് ഇട്ടിട്ട് പോവുക. ആ സ്ഥാനത്ത് ഞാൻ ഒറ്റ വാക്ക് എൻ്റെ അണികളോട് എൻ്റെ ആൾക്കാരോട് പറഞ്ഞുള്ളൂ,
നിങ്ങൾ കൊടുക്കേണ്ട ഒരു അപേക്ഷ കൊടുത്തു, അതിന് സമയബന്ധിതമായ അതിനൊരു സമയമുണ്ടാവും. അതിന് പൂർത്തിയായില്ലെങ്കിൽ ബാക്കി ഞാനാ വരുന്നത്. അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഫയർ എഞ്ചിൻ ചെല്ലുന്നപോലെ ഞാൻ ചെല്ലും. അത് ഒരു മാറ്റമില്ല. ഇപ്പം നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രീയ പിൻപുകൾ മാത്രമേ ഇപ്പോൾ അധികാരത്തിൽ വരുന്നുള്ളൂ, രാഷ്ട്രീയക്കാരൻ അധികാരത്തിൽ വരുന്നില്ല. അതിനെക്കുറിച്ച് എന്താ പറയുക? നല്ല കൃത്യമായ ഒരു ചോദ്യമായിരുന്നു. കാരണം രാഷ്ട്രീയ പിമ്പുകളും വെറും പിണിയാളന്മാരുമാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ വരുന്നുള്ളൂ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് 20 വർഷം 30 വർഷമായിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പർ, സ്ഥിരമായിട്ട് പഞ്ചായത്ത് മെമ്പറാണെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ ഇല്ലെങ്കിൽ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു പണിയേ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? ഈ ഗിരീഷിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഗിരീഷിന് വേറെ പണിയില്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചാണ് പല വീടുകളിലും ചെന്ന് ചോദിക്കുന്നത്. ഞങ്ങളുടെ തൊഴിലാണ് ഇതെന്നാണ്, ഞങ്ങൾ അവരുടെ തൊഴിലിനെയാണ് ഞാൻ ചോദ്യം ചെയ്തതെന്ന് അവർ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയം തൊഴിലാ? ജനസേവനമല്ലേ? രാഷ്ട്രീയം ജനസേവനം. ആ ജനസേവനത്തിന് ഇവർ ജനസേവനം തൊഴിലാക്കി മാറ്റിയാൽ ഇവൻ കക്കുകയല്ലേ. അല്ലാതെ പിന്നെ ഇവൻ എന്ത് പണിയെടുത്ത ഇവൻ വീട്ടിലോട്ട് അന്നം മേടിക്കും? അല്ലാതെ ഈ 8000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്, ആ ശമ്പളത്തിന് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജയിച്ച് കയറുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരുത്തും. 100%. ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഏത് വർക്കാണെങ്കിലും ചെയ്യുമ്പോൾ. ഇപ്പോൾ എന്നോട് ഇന്നൊരാൾ പറഞ്ഞോളൂ, അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കണം കേട്ടോ, കൃത്യമായിട്ട് വരുമെന്ന്. ഞാൻ പറഞ്ഞു വരുത്തുന്ന പണി ഒന്ന് വരുത്തും ഞാൻ, ഒന്ന്. രണ്ടാമത്തെ വരികയല്ല, അതിന് മുന്നേ വന്നവൻ എങ്ങനെ പോകുമെന്ന് ഞാൻ കാണിച്ചു. അത് ജനങ്ങളെ ഞാൻ അറിയിച്ചേ വിടുകയുള്ളൂ. കാരണം ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ 2 വർഷം മുന്നേ ഇപ്പം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായിട്ട് വന്നു. അതിനും ഒരു വർഷം മുന്നേ ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് എൻ്റെ ഒരു യുദ്ധം നടന്നായിരുന്നു. ഞാൻ വേറൊരാളിനെ മുന്നേ വെച്ചാണ് ചെയ്യേണ്ടി വന്ന്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ഞാനൊരു യുദ്ധം പറയുക. അന്ന് വിജിലൻസുകാർ കയറി പിടിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ കൈക്കൂലിയാണ് പിടിച്ചത്. ഓരോരുത്തൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ 80 ലക്ഷം 90 ലക്ഷം, അക്കൗണ്ടിൽ നിന്നല്ല അടുക്കളപ്പുറത്തുനിന്ന്. അരിക്കലത്തിൻ്റെ അകത്ത് 80 ലക്ഷം രൂപ ഇരുന്ന ഉദ്യോഗസ്ഥനൊക്കെ ഉണ്ട്. ഇവനെയൊക്കെ ഞാനൊക്കെ കാണും. ഇവനെ തൂക്കിച്ചത് ഞാൻ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ കളിച്ച ആൾ ഞാൻ തന്നെയാണ്, ഇല്ലാത്തൊന്നുമല്ല. ഇവനെ കൈക്കൂലി മേടിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു പരിധിയില്ലാത്ത മേടിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിടിപ്പിച്ചു, അത് നമ്മൾ തെളിയിച്ചതാണ്. ഇതേ സ്ഥിതി ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുവരും. മര്യാദയാണെങ്കിൽ മര്യാദയ്ക്ക് ജോലി എടുക്കുക, കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക. ഞാനൊരു ശല്യത്തിനും വരുന്നില്ല. ഗിരീഷ് പറഞ്ഞ പോലെ ഈ നിലപാടെടുത്തുകൊണ്ട് ഇടതും വലതും ഗിരീഷിനെ തോൽപ്പിക്കാൻ മുൻകൈ എടുക്കുകയല്ലേ? 100% ഇടതും വലതും ഒന്നിച്ചു ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒന്നിച്ചത് ഞാൻ ഒറ്റ ഒരാൾ കാരണമാണ്. കാരണം അവർ പറഞ്ഞ പോയിന്റ് എന്നാണെന്നറിയോ? ഈ പറഞ്ഞ ഗിരീഷിനെ ഇനി അഥവാ ജയിച്ചാൽ ഞാൻ പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നെപ്പോലെ ഈ മേലുകാവ് പഞ്ചായത്തിൻ്റെ 14 വാർഡിലും എന്നെപ്പോലെ ചങ്കൂറ്റുള്ള ആരെങ്കിലും ഒരാളെ ഞാൻ കൊണ്ടുവന്നിരിക്കും. എന്നാന്ന് ചോദിച്ചാൽ ഇത് ജനങ്ങളുടെ പഞ്ചായത്ത് ആയിട്ട് ഞാൻ മാറ്റിയേ വിടുകയുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പം ജനകീയ വിഷയങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയില്ലാണ്ട് പെൺവിഷയത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഒരു കാര്യം ഞാൻ പറയാം. ഇടതുപക്ഷത്തിൻ്റെ രീതി പറയുമ്പം ശബരിമല വിഷയം നിൽപ്പുണ്ട്. അതെ. വലതുപക്ഷത്തിൻ്റെ പറയുമ്പം പെൺവിഷയം നിൽപ്പുണ്ട്. രാഹുൽ മാങ്ങോട്ട് എന്തുകൊണ്ടേ ഇവിടെ ശബരിമലയിൽ സ്വർണം കട്ടുകൊണ്ട് പോയി വിശ്വാസിക്ക് പൊള്ളുന്നുണ്ട്, ശരിയാണ്. അല്ലാതെ ആർക്കാ ബുദ്ധിമുട്ട്? പെൺവിഷയം ഉണ്ടായി, ആർക്കാ ബുദ്ധിമുട്ട്? ഈ പറയുന്ന ഇതൊക്കെ വിഷയമാണെന്ന് പറയുന്നവരുടെ ഫോൺ പരിശോധിച്ചാൽ അറിയാം, ഇവരെല്ലാം ഇത് രഹസ്യമായിട്ട് ഈ പെൺവിഷയം ഫോണെ വല്ലതും വരുന്നുണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ട്, അല്ലാതെ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ കേൾക്കാനുള്ള മലയാളിയുടെ ഒരു ആവേശം മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനകീയ പ്രശ്നം ചർച്ച പോലും ആകുന്നില്ല. ജനകീയ പ്രശ്നം ചർച്ചയാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ രാഷ്ട്രീയ തൊഴിലാളികളും പിമ്പുകളും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ അവർ ഒന്നിച്ചു. ആ ഒന്നിച്ചതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലുകളിൽ കാണാൻ പറ്റില്ല, ഭയങ്കര അടിയാ. ഇലക്ഷനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അതൊരു ദുഃഖ സത്യം. ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. ഈ പത്രമാധ്യമങ്ങളെല്ലാം വാർത്ത വന്നു കേരളത്തിന്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള എല്ലാ സഹകരണ ബാങ്കുകളും തകർന്ന് തരിപ്പണമായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യേണ്ട ഈ സമയത്ത് അതിനെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇതേ ചോദിക്കുന്നുള്ളൂ.
ബാങ്കുകൾ മുഴുവനും പൊട്ടി എന്നെല്ലാം പറഞ്ഞ് നമ്മളെല്ലാ വാർത്തകളും കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ പൊട്ടി. സത്യം കാരണവന്മാർ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രസ്ഥാനം അത് അർഹതയില്ലാത്ത രീതിയിൽ എല്ലാം കൊണ്ടുനടന്ന് പൊട്ടിച്ചു. ഇതൊന്നും വേണ്ട. ബാധ്യത ഓരോ ബാങ്കിലും കയറിയിട്ട് ഇപ്പം നമ്മുടെ മേലുകാവിൽ തന്നെ വേറൊന്നും നോക്കണ്ട, ജപ്തി നടപടിയും മറ്റു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടപ്പുണ്ട്. ഇതൊക്കെ ആരുടെ പേരില്ല, സാധാരണക്കാരുടെ പേരിലേ ഉള്ളൂ. ഇതിൻ്റെ ബോർഡ് മെമ്പർമാരുണ്ട്, അതിൽ എത്ര പേർ അടയ്ക്കാനുണ്ട്, അവരുടെ കുടുംബക്കാർ എത്ര പേർ അടയ്ക്കാനുണ്ട്, അവരുടെ പേരിൽ എത്ര ജപ്തി നടപടി സ്വീകരിച്ചു, ഒന്നും കാണില്ല. അപ്പോൾ താങ്കൾ ജയിച്ച് കയറുകയാണെങ്കിൽ ഈ ബാങ്കിലെ വമ്പന്മാരുടെ എല്ലാം ഒരു സ്ഥിതി വിവര കണക്കെടുക്കാൻ മുൻകൈ എടുക്കുമോ? ഞാൻ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്, പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ പഞ്ചായത്ത് രാജ് ആക്ട് മേടിച്ചു വെച്ച് ഉറപ്പായിട്ട് പഠിച്ചു തുടങ്ങും. അത് ജയിച്ചാൽ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. കാരണം പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. അല്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് അത് പഠിച്ചുകൊണ്ട് എനിക്ക് വലിയ കാര്യമില്ല. കാരണം എനിക്ക് അതിൽ കൂടുതൽ സമയം വേറെ മറ്റു കാര്യത്തിലെടുക്കാം. പക്ഷേ ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആ ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചും പഠിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചെയ്യുന്ന കാര്യം പഠിച്ച് ചെയ്യണം, അത് കൃത്യമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ നോമിനേഷൻ തള്ളിപ്പോകുമെന്നും പറഞ്ഞ് ഇവർ പലരുമൊക്കെ നടന്നിരുന്നു. എന്തായാലും തള്ളുകയാണെങ്കിൽ തള്ളിക്കോട്ടെ, എനിക്ക് അതിനും കുഴപ്പമില്ല. പക്ഷേ ദൈവം സഹായിച്ച് നോമിനേഷൻ ജീവിച്ചു വന്നപ്പോഴാണ് പലർക്കും പല ബുദ്ധിമുട്ടുകളായി തുടങ്ങി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറട്ടെ എന്ന എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. താങ്ക് യു.